കാട്ടാക്കട ബഥനപുരം പാറയംവിളാകത്ത് പൊതുവഴി സ്വകാര്യ വ്യക്തി അടച്ചതായി പരാതി. പൂവച്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയെങ്കിലും റോഡിലെ തടസ്സം നീക്കാൻ സ്വകാര്യ വ്യക്തി തയ്യാറായില്ല. തുടർന്ന് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി റോഡിലെ തടസ്സങ്ങൾ നീക്കി. ശനിയാഴ്ചയും സമാനമായ രീതിയിൽ ഇവിടെ പ്രശ്നമുണ്ടായിരുന്നു. പ്രദേശവാസിയായ ഷൈനിദാസ് നെടുമങ്ങാട് മുൻസിഫ് കോടതിയിൽ ഇന്ന് പരാതി നൽകിയിരുന്നു. ഇതിൽ തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപാണ് ഇന്നത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. പൂവച്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. നമ്മുടെ ഈ കരിയങ്കോട് വാർഡിന് മെമ്പറും കൂടെയാണ്. അപ്പോൾ നമ്മുടെ വാർഡില് ഷൈനിയും 2 മക്കളും, ഷൈനി വിധവയാണ്, ഷൈനിയുടെ അമ്മയും വിധവയാണ്. അവരൊരു വീട്ടില്, അതുപോലെ വേറൊരു വീടും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3 വീട്ടിലും പോകാനുള്ള വഴിയാണ്. മാത്രമല്ല 60 വർഷം കൊണ്ടേ ഉള്ള വഴിയാണിത്. പക്ഷെ ഇവര് കോടതിയിലെ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി ഇന്നാണ് പറ്റിയത്. ഓർഡർ കയ്യിൽ കിട്ടിയില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും മുമ്പ് തന്നെ അയാൾ വീണ്ടും വഴി അടച്ചു വെച്ച്. അപ്പോൾ കുട്ടികൾ വന്ന് വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നത് കൊണ്ടാണ് വീണ്ടും പോലീസുകാരെ വിളിച്ചിട്ട് ആ കല്ല് വാരി മാറ്റിയത്. സംഭവം എന്ന് പറയാൻ ഞങ്ങൾ ഒരുപാട് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 10-17 വർഷമായി. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായി. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് വരെ ബൈക്ക് പോയിക്കൊണ്ടിരുന്ന വഴിയാണത്. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പിന്നെ ശനിയാഴ്ച ഞാൻ ജോലിക്ക് പോയ സമയത്ത് ആണ് വഴി അടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അങ്ങനെ മെമ്പറും കൂടെ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ വന്ന സമയത്ത് ഇവർ ഗേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അങ്ങനെ പോലീസ് വന്നപ്പോൾ ഞങ്ങളുടെ കോടതി വഴി ഓർഡർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശനിയും ഞായറുമൊക്കെ കോടതി അവധി ആയതുകൊണ്ട് നമുക്ക് ഓർഡർ കിട്ടാൻ വൈകി. അപ്പോൾ ഇതുവരെ ഓർഡർ കയ്യിൽ കിട്ടിയിട്ടില്ല. പോലീസ് വന്നപ്പം പറഞ്ഞത് കോടതി ഓർഡർ കിട്ടുന്നവരെ വഴിയെ തടസ്സപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞിട്ട് പോയത്. പക്ഷെ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴും കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴും വഴിക്ക് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത രീതിയിൽ വഴി തടഞ്ഞു വെച്ചൊക്കെയാണ് ചെയ്തത്. ആ വഴി നിങ്ങൾ 3 കുടുംബക്കാർക്കും പണ്ടുപോലെ ഉപയോഗിക്കുന്നതാണ്? വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് വഴി. അതായത് ഞങ്ങൾ വസ്തു വാങ്ങിയപ്പോൾ പണ്ട് കാലങ്ങളിൽ പ്രമാണങ്ങളിൽ വഴി പതിക്കില്ല. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പേ പ്രമാണം ചെയ്ത് ഞങ്ങളിവിടെ എൻ്റെ അമ്മാവി വാങ്ങിയ സ്ഥലമാണ്. അപ്പോൾ ആ പ്രമാണത്തിൽ വഴിയില്ല, വഴി പറഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവര് പിന്നെ വഴി തരാതിരുന്നത്. അപ്പോൾ പ്രമാണത്തിൽ വഴി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത്ര വർഷക്കാലം കൊണ്ട് നടക്കയില്ലേ, നിങ്ങൾ കോടതി വഴി ഉത്തരവ് വാങ്ങാൻ പറഞ്ഞു. അതുവരെ ഇവർക്ക് സമയം കൊടുക്കണം, അതുവരെ വഴിയെ തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷമാണ് വീണ്ടും ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്തത്.